അപ്പോൾ പ്രിയ പെട്ടവരെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്തിനാണ് എത്തിയിരിക്കുന്നത്? നമ്മള് ദാവീദ് എന്ന ഒരു സിനിമയുടെ റിയാക്ഷൻ ഒന്ന് ഇടിച്ചാല എന്ന് തോന്നുന്നുണ്ടോ? ദാവീദാ വിഷയം ഇടിയാണ്. ആരാണ് നടൻ? ഇടിയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ആന്റണി വർഗീസ് ആണ് ഇടിയാണെങ്കിൽ. കണ്ടോ, ഒറ്റ പേര് ആന്റണി വർഗീസ്. കൊണ്ടൽ RDX എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും വരുന്ന ഒരു ഇടിപ്പടവുമായി മിസ്റ്റർ ആന്റണി. അപ്പൊ നമുക്ക് കാസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പടത്തിന്റെ കാസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കാസ്റ്റ് ആയിട്ടുള്ളത് ആന്റണി വർഗീസ്, ലിജോ മോൾ, ജയരാഘവൻ. അപ്പൊ മുഹമ്മദ് ഇസ്മായിൽ പുതിയ നടനാന്ന് തോന്നുന്നില്ല, വിദേശിയാണോ? സൈജു കുറുപ്പ്, അജു വർഗീസ്, ജസ്കുക്കു, കിച്ചു ടെല്ലസ്, വിനീത് തട്ടൽ, അച്ചു ബേബി ജോൺ, അന്ന രാജൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണുവാണ്. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്, ഫസ്റ്റ് പടം. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴോട്ട് പോകാം. വളരെ അടുത്ത് അറിവുള്ള ആളെന്ന് പറയുമ്പോൾ ജസ്റ്റിൻ വർഗീസ്. ഇപ്പൊ എല്ലാ പടങ്ങളും അനിരുദ്ധിന്റെ ലെവലിലേക്ക് വരും. ഇന്നലെ നമ്മള് പറഞ്ഞ പൊന്മാന്റെ മ്യൂസിക് ഡയറക്ടർ പുള്ളിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, അജഗജാന്തരം. നിങ്ങളെ എല്ലാ ടൂറ് പോകുമ്പോഴും ഇടുന്ന പാട്ടാ ഡാൻസ്. അതെ. അതുപോലെ അടിക്കും. ചാവേർ, നമ്മുടെ ഇത് അതിന് മുമ്പുള്ള അജഗജാന്തരം, ചാവേർ, അതിന്റെ എല്ലാം മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ജസ്റ്റിൻ വർഗീസ് ആണ്. അപ്പോ നമ്മുടെ ഈ ആഡ് സ്റ്റണ്ട് വന്നിരിക്കുന്നത് PC Stunts. അതുപോലെ ടീസർ കട്ട് ആരാ? ലിൻഡോ കുര്യനാണ്. ലിൻഡോ കുര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ട്രിബ്യൂട്ട് വീഡിയോസ് ഒക്കെ കട്ടിങ്ങാ പുള്ളി. അപ്പൊ എന്തായാലും ആ ഒരു കട്ടിങ് ഒക്കെ പ്രതീക്ഷയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? ആരംഭിക്കല്ലേ? അതൊക്കെ ഓക്കെ, തുടങ്ങാം. ക്രിസ്തുവിന് 300 വർഷം മുമ്പ് പാലസ്തീനിൽ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ഗോലിയാത്ത്. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം ഇസ്രായേലിന്റെ അതിർത്തിയിലും എത്തി. രാജ്യം വിട്ടു നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം അവനത് ചെയ്യണോനാ. അതൊരു സത്യമാണ്. എന്നെ ഇടിയല്ലേ ഈ ബോക്സിങ്ങിലൊക്കെ പോയിട്ട് ആ മോന്തൊക്കെ കണ്ടില്ലിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ ഇവര് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഭയങ്കരം തന്നെ. ഇവരുടെ ഒരു എന്താണ് മറ്റേ നെഞ്ചുറപ്പ് സമ്മതിച്ചു കൊടുക്കണം. ഭീഷണി പറഞ്ഞവസാനിപ്പിച്ച് തിരിഞ്ഞ് ഗോലിയാത്തിന്റെ നെറുകയിൽ ദാവീദിന്റെ കവണയിൽ നിന്നും ഒരു കല്ല് വന്ന് പതിച്ചു. തീർന്ന് അന്നരാജനുണ്ട്. ദാവീദ് അപ്പോ ദാവീദിന് ഈ ഗോലിയാത്തിനെ ജയിക്കാനാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യചിഹ്നം. അപ്പൊ ആ ചോദ്യചിഹ്നം കാണാനായിട്ട് കൃത്യമായിട്ട് തിയേറ്ററിൽ പോകണം. പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആവട്ടെ. പടങ്ങളൊക്കെ ഇപ്പൊ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഹിന്ദിയിലെ കില്ല് വന്നതിന് ശേഷം നിരനിരയായിട്ട് നമ്മുടെ മാർക്കോ ഹിന്ദി പടമായിട്ട് മാറി. ഇവിടെ ഓടിയെക്കാട്ടും കൂടുതൽ ഓടി. അതാണ് കട്ട്സ് പെട്ടെന്ന് അങ്ങ് തീർന്നു അല്ലേ? പക്ഷെ എങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടിയൊക്കെ കൊണ്ടൊരു ഫീൽ ഉണ്ട്. ഇടിച്ചാലോ വേണോ? കൂടുതൽ നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കൊടുക്കാം. അവര് നമുക്ക് തരും. അതെ, നമുക്ക് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി ഈ പടം കാണുക. സൂപ്പർ ഹിറ്റ് ആവട്ടെ, മ്യൂസിക്കും കിടിലം ആവട്ടെ. അടുത്തൊരു പടത്തിന്റെ നമ്മുടെ റിയാക്ഷൻ കിട്ടും, നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ.